ലൈഫ് മിഷനിലൂടെ എല്ലാവർക്കും വീട് നൽകാൻ സർക്കാരിനായെന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. വികസന സദസ്സ് പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 9 വർഷത്തിനിടെ 5.5 ലക്ഷം ഭവനരഹിതർക്ക് വീടൊരുക്കി നൽകാൻ കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥലമില്ലാത്തവർക്ക് ഭൂമി നൽകി, ഒപ്പം ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതിയൊരുക്കി. അംബേദ്കർ ഗ്രാമം പദ്ധതിയിലൂടെ പട്ടിക വിഭാഗത്തിന്റെ ഉന്നമനം നടപ്പിലാക്കി. വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം, റോഡുകൾ, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങി സമസ്ത മേഖലയിലും വിപ്ലവകരമായ വികസനമുണ്ടായി. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത നിർധനരുടെ വീട് ജപ്തി ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള ബിൽ കഴിഞ്ഞ ദിവസം നിയമസഭ പാസാക്കി. ജില്ലാ, സംസ്ഥാന തലങ്ങളിലും സമിതി രൂപീകരിച്ച് ബാധ്യത സർക്കാർ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും PRDയുടെയും നേതൃത്വത്തിലാണ് കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തിലും ഇത്തരത്തിലുള്ള വികസന സെമിനാർ സംഘടിപ്പിക്കുന്നു. നമ്മുടെ ജില്ലയിലെ 56 ഗ്രാമപഞ്ചായത്തുകളിൽ നടത്തുന്ന വികസന സെമിനാറിൻ്റെ ജില്ലാതല പരിപാടിയാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. 1970-ൽ ജന്മിത്വം അവസാനിപ്പിച്ചുകൊണ്ട് ഉത്തരവുണ്ടായി. മാത്രവുമല്ല, കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് സ്വന്തമായി ഭൂമിയുടെ അവകാശം സ്ഥാപിച്ചു, ജന്മിത്വം അവസാനിപ്പിച്ചു. പഞ്ചായത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് ഡെപ്യൂട്ടി സ്പീക്കർ പ്രകാശനം ചെയ്തു. ഭൂരഹിതർക്ക് പഞ്ചായത്ത് നൽകിയ ഭൂമിയുടെ പ്രമാണവും കൈമാറി. മികച്ച പ്രവർത്തനം നടത്തിയ CDSനെ അനുമോദിച്ചു. അങ്കണവാടി, കുടിവെള്ള പദ്ധതി എന്നിവയ്ക്കായി സ്ഥലം സൗജന്യമായി നൽകിയ വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശ വകുപ്പ് സെക്രട്ടറി ഡയറക്ടർ P. രാജേഷ് കുമാർ വികസന സദസ്സ് നയരേഖ വിശദീകരിച്ചു. റിസോഴ്സ് പേഴ്സൺ K. രാധാകൃഷ്ണപിള്ള വികസന സദസ്സിന്റെ ലക്ഷ്യം വിശദീകരിച്ചു. തുടർന്ന് വിവിധ മേഖലകളിലെ സർക്കാരിന്റെ നേട്ടം സംബന്ധിച്ച് വീഡിയോ പ്രദർശിപ്പിച്ചു. പഞ്ചായത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും സംബന്ധിച്ച് സെക്രട്ടറി CS കൃഷ്ണകുമാർ അവതരണം നടത്തി. ഭാവി വികസനത്തെക്കുറിച്ച് ചർച്ചയും നടന്നു. 300-ലധികം പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പന്തളം.